അസ്സലാമു അലൈക്കും. ഒരു നടന്ന റിയൽ സ്റ്റോറിയാണ് ഈ പറയണത്. നമ്മുടെ അനുഭവത്തിലുള്ള സ്റ്റോറിയാണ് പറയണത്. ഒരു കഥ നമ്മൾ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും പറയല്ല. ഒരു ഉമ്മി മോളുണ്ടായിരുന്നു. അവർ ഉപ്പ ചെറുപ്പത്തിൽ മരണപ്പെട്ടു. ഈ മോളിനെ നല്ല രീതിയിൽ വളർത്തി. പക്ഷേ അവരുടെ സപ്പോർട്ട് ആരായിരുന്നു വെച്ചാൽ ഉമ്മാൻ്റെ ആങ്ങള ഉണ്ടായിരുന്നു. ഉമ്മാൻ്റെ ആങ്ങൾക്ക് മക്കളൊന്നുമില്ല. ഭാര്യയും അദ്ദേഹം മാത്രമേ ഉള്ളൂ വീട്ടിൽ. അങ്ങനെ അവർ അമ്മാവൻ്റെ കയ്യിൽ കിട്ടുന്ന പൈസകളൊക്കെ അതിൽ നിന്ന് ഇവർക്കും കൊടുക്കും. മകളെപ്പോലെ തന്നെ പെങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെങ്ങൾക്ക് പറഞ്ഞ ഒരു ഉമ്മാൻ്റെ ഒക്കെ സ്ഥാനം കൊടുത്തിട്ട് ഉമ്മാനെ നോക്കുന്നത് പോലെ തന്നെ അങ്ങനെ വളരെ നല്ല രീതിയിലാണ് ആങ്ങളെയും പെങ്ങളും ഇവരെ കൂടി ജീവിച്ചിരുന്നത്. നല്ല സന്തോഷത്തിൽ ജീവിച്ചിരുന്നു. അങ്ങനെ ഈ കുട്ടീനെ കണ്ടിട്ട് വലിയൊരു കോടീശ്വരൻ്റെ മകൻ ഇഷ്ടപ്പെടുകയാണ്. വലിയ കോടീശ്വരൻ എന്ന് പറഞ്ഞാൽ വലിയ കോടീശ്വരൻ. ഇവർ സാധാരണ ചെറിയ ആളുകൾ. അങ്ങനെ ഈ കുട്ടീനെ നിർബന്ധമായിട്ട് കല്യാണം കഴിക്കണം എന്നുള്ളത് ആര് പറയണു? ഈ പയ്യൻ പറയാണ്. അങ്ങനെ മകൻ്റെ നിർബന്ധം അതിന് വഴങ്ങിയിട്ട് ആര് ചെയ്യണു? കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അവരും സമ്മതം കൊടുക്കണം. അങ്ങനെ കല്യാണം കഴിച്ചു. പക്ഷെ കല്യാണം കഴിക്കുമ്പോൾ ഒരു എഗ്രിമെൻ്റ് എന്താ സംഭവിച്ചാൽ നീ എപ്പോഴും അങ്ങോട്ട് പോവുകയും ചെയ്യരുത്, കാര്യങ്ങളൊന്നും ചെയ്യരുത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമാണ് നിൻ്റെ ഭാര്യനെ കൊടുന്ന് ഇവിടെ നിർത്തുക, ഇവിടെ സംരക്ഷിക്കും, കാര്യങ്ങൾ നോക്കും. പക്ഷേ നീ എപ്പോഴും അങ്ങോട്ടൊന്ന് പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റാറ്റസിന് പറ്റിയതല്ല, ചേർന്നതല്ല, ഒക്കെ പറഞ്ഞ എഗ്രിമെൻ്റൊക്കെ വെച്ചിട്ടാണ് ഈ കല്യാണം നടത്തിയത്. ആയിക്കോട്ടെ എന്ന് അവരും പറഞ്ഞു. പക്ഷെ ഉമ്മ മോളോട് പറഞ്ഞിട്ട് മോളെ നീ ഇങ്ങോട്ട് വരണം, ഇവിടെ നിൽക്കണം എന്നൊന്നും പറഞ്ഞ് വാശി കാണിക്കരുത്. നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ഭർത്താവും അവരുടെ ഉപ്പയും ഉമ്മയൊക്കെ പറഞ്ഞത് അനുസരിച്ച് സന്തോഷത്തോട് കൂടിയിട്ട് നീ അവിടെ നിൽക്കണം. ഒരിക്കലും എന്ത് ചെയ്യരുത്, ഉമ്മാനെ പറ്റിയിട്ട് ടെൻഷൻ എടുക്കരുത്, ഉമ്മാനെ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങൾ നീ അവിടെ പറയരുത്, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടൊരു സംസാരം ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് മോളെ വിട്ടിരുന്നത്. മോളത് അനുസരിക്കാൻ തയ്യാറായി, അനുസരിച്ച് നിൽക്കുന്ന മോളുമാണ്. അങ്ങനെ മോള് കുറേ സമയങ്ങൾ സന്തോഷമായിട്ട് അവരുമായിട്ട് നല്ല ഇതിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ അവർക്ക് എന്ന് പറഞ്ഞാൽ ഒരു മോളുമുണ്ട്, ഒരു മകനുണ്ട്. 2 മക്കളാണ് അവർക്കുള്ളത്. പക്ഷെ അവരുടെ മകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ ഭർത്താവിൻ്റെ വീട്ടിലെ ഉമ്മാനെയും ഉപ്പാനെയും അതേപോലെ തന്നെ ഭർത്താവിൻ്റെ ആളുകളുടെ ഭർത്താവിൻ്റെ കുറവുകളും മാത്രം പറയുന്ന പെണ്ണാണ് അവർ. എന്നിട്ടിങ്ങനെ അവരിങ്ങനെ എപ്പോഴും തന്നെ പറഞ്ഞ് അങ്ങോട്ട് വിടും. അപ്പോൾ ഇവർ പറയും നീ അവരെ കൂടുതലാണ് പറയേണ്ടത്. പക്ഷെ എന്നാലും ഇവളിങ്ങനെ ഇതിങ്ങനെ പറഞ്ഞ് ഇതിൽ സാമ്പത്തികമായിട്ട് നല്ല നിലയിലുള്ള ആൾക്കാരാണ്, അവരും കുഴപ്പമില്ലാത്ത ആൾക്കാരാണ്. പക്ഷെ എന്തായാലും അവരെ പറ്റിയിട്ട് ഇങ്ങനെ കുറ്റങ്ങൾ പറഞ്ഞ ആളാണ്. ഈ മോള് ഈ മോള് എന്ന് പറഞ്ഞാൽ ഇവരിനെ പറ്റിയിട്ട് പുകഴ്ത്തി പറഞ്ഞ മോളാണ്. ഭർത്താവിൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും പെങ്ങളിനെയും ഒക്കെ പറ്റിയിട്ട് നല്ല രീതിയിൽ പുകഴ്ത്തി സംസാരിക്കണേ. അതിൽ അവർക്കൊരു കുറവില്ലാത്ത രീതിയിൽ അവരെ ഒരു മോശമായിട്ടുള്ള രീതിയിലല്ല നല്ല രീതിയിൽ സ്നേഹിക്കണ ഒരു മോളത്. അവരുടെ ഉമ്മാൻ്റെ അടുത്തേക്ക് ശ്രദ്ധിക്കണില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളില്ല, അങ്ങനത്തെ ഒരു പരാതിയോ ഒരു കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പോൾ ഭർത്താവ് ചോദിച്ചു, നിന്നെ ഞാൻ കല്യാണം കഴിച്ച് കൊടുത്തിട്ട് ഇത്രയും ദിവസങ്ങളായി, നീ നിൻ്റെ ഉമ്മാനെ പറ്റിയിട്ട് ഉമ്മാക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നോ, ഉമ്മ ഒറ്റയ്ക്കുള്ളൂ, ഉമ്മ അടുത്ത് പോയി നിൽക്കണമെന്നോ, നമുക്ക് കുറച്ച് ദിവസം നിൽക്കാമെന്നൊന്നും നീ പറഞ്ഞിട്ടില്ലല്ലോ. എന്താണ് നീ നിൻ്റെ ഉമ്മാനെ ഇത്ര വളർത്തി ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഉമ്മാനൊക്കെ സ്നേഹമില്ലാത്തതിൻ്റെ പേരിലാണോ അതങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഒന്നും പറയാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഉമ്മാനെ സ്നേഹം കൂടുതലുള്ളതിൻ്റെ പേരിലാണ് ഞാനത് പറയാത്തത്. എൻ്റെ ഉമ്മ പറയണതനുസരിച്ചാണ് അവിടെ നിൽക്കുന്നത്. എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഉമ്മാൻ്റെ ഒരു ബുദ്ധിമുട്ടുകളോ കുറവുകളോ ഒന്നും പറയരുത് എന്നുള്ളത്. അപ്പോൾ അതെൻ്റെ മനസ്സിൽ ഞാൻ ഒതുക്കി വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യണത്, നിങ്ങളോട് ഈ സഹകരിച്ച് ഇത്രയും സന്തോഷത്തോട് പോണത്. പക്ഷെ അങ്ങനെ പറഞ്ഞ് എൻ്റെ ഉമ്മാനെ പറ്റിയിട്ട് എന്തെങ്കിലും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നിങ്ങൾ പറയണത് ശരിയാവില്ല, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും, എനിക്ക് വിഷമാവും, പക്ഷെ എൻ്റെ ഉമ്മാക്കും അത് വിഷമാവും. അതിൻ്റെ പേരിലാണ് ഞാനത് പറഞ്ഞിരുന്നത്. അങ്ങനെയാണല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ സംഭവം അന്വേഷിച്ച് നോക്കുമ്പോൾ എന്താ സംഭവിച്ചാൽ ഈ അമ്മാമനാണ് ഇവരെ നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ അമ്മാമൻ്റെ വീട്ടിൽ ആ കല്യാണം കഴിച്ചതിൻ്റെ പിറ്റേ ദിവസം മുതൽ ആര് പോവും? ഈ മരുമകൻ പോവും. ഈ ഉമ്മാനെ അങ്ങോട്ട് വിളിക്കും. ഉമ്മാക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യം അന്ന് മുതൽ ഈ മരുമകൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും മരുമകനാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അമ്മാവൻ്റെ കാര്യങ്ങളും, അമ്മാവൻ കുറച്ച് ഇതൊക്കെ ആയി, ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ക്ഷീണമൊക്കെ ആയിരിക്കും. പക്ഷെ അമ്മാവൻ്റെ ഭാര്യയുടെയും അതേപോലെ തന്നെ ഈ ഉമ്മാൻ്റെയും എല്ലാ കാര്യങ്ങളും മരുമകൻ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ചെയ്യണം. പക്ഷെ ഇത് ആർക്കറിയില്ല? മകൾക്ക് ഇതറിയില്ല. എന്താ സംഭവം? മകളോട് ഈ കാര്യം പറയരുതെന്ന് ഉമ്മാൾ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഞാൻ വരുന്നുണ്ട് എന്നുള്ളതും ഞാൻ നിങ്ങളെ സഹായിക്കേണ്ടതെന്നും ഞാൻ എൻ്റെ ഉമ്മയാണ്, എൻ്റെ ഉമ്മാനൊക്കെ സഹായിക്കാമല്ലോ, അതിൻ്റെ പേരിലാണ് ഞാൻ ചെയ്യുന്നത്, എൻ്റെ കടമയാണ് ഞാൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, അത് മോളോട് പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നിൽക്കുന്നത്. എന്താ വെച്ചാൽ അത് മോളും അറിയണ്ട, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം മാമൻ മരണപ്പെടുകയാണ്. മരണപ്പെട്ടപ്പോൾ എല്ലാവരും എത്തി നോക്കുമ്പോൾ ഈ മകനെ അവിടെ പറഞ്ഞയക്കണത് കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഉമ്മാനെ നല്ല രീതിയിൽ നോക്കണം എന്ന് പറഞ്ഞ്
വിടുന്നതാരാണ് വെച്ചെങ്കിൽ ഈ മരുമകൻ്റെ ഉമ്മയാണ്. അപ്പോൾ ഒരു ഉമ്മാക്കാണ് ഒരു ഉമ്മാനെ പറ്റിയിട്ട് അറിയുള്ളൂ. എന്തിൻ്റെ പേരിലാണ് ഉമ്മ നിൻ്റെ മറ്റേ വൈഫിൻ്റെ ഉമ്മാനെ പോയിട്ട് നല്ല ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടി കാരണം അവരുടെ മകളുടെ ആ സ്വഭാവം ആ കാര്യങ്ങളും അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ മോളുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ മോളിനെ ഇങ്ങനെ വളർത്തിയിട്ടുള്ളൊരു ഉമ്മയാണ്. ആ ഉമ്മാനെ സന്തോഷത്തോടെ നോക്കേണ്ടത് ആ മോളുടെയും നിൻ്റെയും കടമയാണ്. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ ഫുൾ അവരെ കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മോൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഇതാവണ്ട എന്നുള്ള കണക്കൂട്ടലും മോളിനെ മറച്ചു വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ മറ്റേ മാമൻ്റെ ഭാര്യ ഇവർ പറയാണ്, ഇങ്ങനത്തെ ഒരു മോനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കിട്ടിയത് അതിനേക്കാൾ വലിയൊരു ഭാഗ്യമില്ല. അതേപോലെ തന്നെ സന്തോഷകരമായിട്ട് എൻ്റെ മോളിനെ അവർ നോക്കുന്നുണ്ട്. അവൾക്കൊരു കുറവും വരുത്തിയിട്ടില്ല. അവൾ പാവപ്പെട്ടൊരു വീട്ടിൽ നിന്ന് ചെന്ന കുട്ടിയാന്നുള്ള അവിടെ കണ്ടിട്ടില്ല. അവളെ രാജാത്തിയായിട്ടാണ് അവർ വളർത്തുന്നത്. പക്ഷെ ആ രാജാത്തിയായിട്ട് വളർത്താനുള്ള കാരണം എൻ്റെ ഇവിടുന്ന് പറഞ്ഞ് വിട്ട ആ ഒരു സന്ദേശം, ആ ശരിക്കുള്ള ആ വാക്കുകൾ അവർ കേട്ടിട്ട് എൻ്റെ മോള് അവിടെ നിന്നതിൻ്റെ പേരിൽ മാത്രമാണ്. ഞാൻ പറഞ്ഞ വാക്കുകൾ എൻ്റെ മോള് കേൾക്കാത്തൊരു മോളാണെങ്കിൽ ഇത്രയും സന്തോഷത്തിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. 1-2 ദിവസം കഴിഞ്ഞാൽ തന്നെ ഒരു പ്രശ്നത്തിലാണ് അവസാനിക്കുള്ളൂ. അപ്പോൾ എൻ്റെ മോള് എൻ്റെ വാക്കുകൾ ചെറുപ്പം മുതൽ ഈ കല്യാണം കഴിച്ചതിന് ശേഷം അനുസരിക്കാൻ തയ്യാറായതിൻ്റെ പേരിലാണ് അവൾക്ക് ആ സന്തോഷം കിട്ടിയത്, ഞങ്ങൾക്കും സന്തോഷം കിട്ടിയത്. അതുപോലുള്ള ആ വാക്കുകൾ ഉമ്മാൻ്റെയും അതുപോലെ തന്നെ വേണ്ടപ്പെട്ട ആളുകളുടെയൊക്കെ വാക്കുകൾ കേട്ടിട്ട് വളരുന്ന മക്കളായി കഴിഞ്ഞാൽ അവർക്ക് എല്ലാ കാലഘട്ടങ്ങളിലും സന്തോഷം സമാധാനം മാത്രമേ ഉള്ളൂ. പക്ഷെ മാതാപിതാക്കളുടെ വാക്കുകൾ കേൾക്കാത്ത മക്കളാണെങ്കിൽ അവർക്കത് നാശത്തിലാണ് അവസാനിക്കുള്ളൂ. അങ്ങനെ